ഹലോ. അപ്പൊ എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. PYQ എക്സ്പ്ലനേഷന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പൊ കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ PYQ എക്സ്പ്ലനേഷന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാതെ നേരെ പോയേക്കാം വീഡിയോയിലോട്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ തവണ ഒരു 40+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ റിസർച്ചിന്റെ ഒരു പാർട്ട് കൊണ്ടാണ് നിർത്തിയിരുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ദാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇത്ര വേണം: വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് എ ഗുഡ് സാമ്പിൾ? അതായത് നമ്മൾ റിസർച്ചിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് യൂണിവേഴ്സ്, സാമ്പിൾ എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഈ സാമ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ യൂണിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് അവർ സ്റ്റഡി. ഇപ്പൊ നമ്മളൊരു സ്റ്റഡി, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൻറ്റയർ ഗ്രൂപ്പാണ് നമ്മുടെ യൂണിവേഴ്സ് അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനോട് ചേർത്ത് സാമ്പിൾ നോക്കുമ്പോഴത്തേക്കും സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. അതായത് ആ പർട്ടിക്കുലറിൽ നിന്ന് ഒരു ആ എൻറ്റയർ ഗ്രൂപ്പിൽ നിന്നും എൻറ്റയർ കമ്മ്യൂണിറ്റിയിൽ നിന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള, നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാർട്ട്, അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എമംഗ് ദ ഓപ്ഷൻ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് എ ഗുഡ് സാമ്പിൾ. തന്നിട്ടുള്ളതിൽ ഏതാണ് ഗുഡ് ഇമ്പോർട്ടന്റ് ഫീച്ചർ, സവിശേഷത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്മോളർ ക്വാണ്ടിറ്റി, കറക്റ്റ് റെപ്രസെന്റേറ്റീവ്, ബിഗ് ക്വാണ്ടിറ്റി, നൺ ഓഫ് ദ അബോവ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ കറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആണ്. അതായത് നമ്മൾ സ്റ്റഡി പോകുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പിള് എക്സൈറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആണ് എന്നുണ്ടെങ്കിലും കറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റഡി കൊണ്ട് ഉപകാരം ഉണ്ടാകത്തില്ല. നമ്മൾ എന്താ പറയുക, നമ്മളൊരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസിന്റെ സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സാമ്പിൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണമെങ്കിൽ മാത്രമേ ഒരു സാമ്പിൾ കറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഓർക്കുക, ഒരു പോപ്പുലേഷനിലെ കറക്റ്റ് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ നമ്മുടെ സ്റ്റഡി പോപ്പുലേഷൻ, നമ്മുടെ സ്റ്റഡിയിൽ, നമ്മുടെ യൂണിവേഴ്സിൽ നമ്മുടെ ചൂസ് ചെയ്യുന്ന സാമ്പിള് കറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമുക്ക് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദ ആൻസർ ഈസ് കറക്റ്റ് റെപ്രസെന്റേറ്റീവ്. നെക്സ്റ്റ് വൺ ഈസ് വിച്ച് ഡിസൈൻ ഓഫ് സ്റ്റഡി ഈസ് യൂസ്ഡ് വെൻ എ റിസർച്ചർ ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദി പ്രോബ്ലം വിത്ത് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എന്റെ ആൻസർ മൂന്നെണ്ണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വസ്തുതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വളരെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏത് സ്റ്റഡി, ഏത് റിസർച്ച് ഡിസൈൻ ആയിരിക്കണം ഒരു റിസർച്ചർക്ക് ഏറ്റവും അനുയോജ്യം എന്നാണ് ചോദിക്കുന്നത്. മൂന്ന് ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. എക്സ്പെരിമെന്റൽ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, എക്സ്പ്ലോറേറ്ററി ഉണ്ട്. കറക്റ്റ് ആൻസർ എക്സ്പ്ലോറേറ്ററി ആണ്. ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് വളരെ കുറച്ച് പരിജ്ഞാനം മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള റിവ്യൂ ലിറ്ററേച്ചർ ഒന്നും ഇല്ല, ബാക്ക്വേർഡ് ഡേറ്റാസ് ഇല്ല, സെക്കൻഡറി ഡേറ്റാസ് എല്ലാം തന്നെ വളരെ കുറവാണ്. അപ്പോൾ വി ആർ ദ റിസർച്ചർ, അല്ലെങ്കിൽ ആസ് ഐ ആം ദ റിസർച്ച് ഈസ് ഗോയിങ് ടു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദിസ് ടോപ്പിക്. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രം നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു റിസർച്ച് ഡിസൈൻ ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വളരെ, ഒരു എക്സാമ്പിൾ ഇട്ട് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോവിഡ് വന്നല്ലോ. അപ്പൊ കോവിഡ് 2019 വന്നപ്പോഴത്തേക്കും 2018 അല്ല അവസാനത്തോടു കൂടി വന്ന് 2019 ബിഗിനിങ് 2019 അവസാനത്തോടു കൂടി വന്നു. ആ ഒരു ടൈമില് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോവിഡ് മൂലമുള്ള മെന്റൽ ഇഷ്യൂസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ ഒരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്താ, കോവിഡിനെ കുറിച്ചും നമുക്ക് അധികം നോളജ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റഡി ആയിരുന്നു എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, നമ്മളെ റിസർച്ച് സൈറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റഡീസ് ഈ കോവിഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ നമുക്ക് എക്സ്പ്ലോറേറ്ററിയിൽ പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഓർത്തു വെക്കുക, യാതൊരു വിധത്തിലുള്ള നോളജും യാതൊരു വിധത്തിലുള്ള അറിവും, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് മാത്രമാണ് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച്, ആ നോളജുമായിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റഡിയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് ആയിട്ടാണ് ഒരു ബുക്കിനെ കുറിച്ചാണ്. ഹു ഈസ് ദി ഓതർ ഓഫ് ദ ബുക്ക് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച്? PARനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ വില്യം, ആക്ച്വലി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, സോറി, വില്യം ഫൂട്ട് ആണ്. വില്യം ഫൂട്ടിന്റെ മറ്റൊരു പേരാണ് വൈറ്റ് വില്യം എന്ന് പറയുന്നത്. സോ വില്യം ഫൂട്ട് വൈറ്റ് ആണ് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്ന ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസർച്ച് ആണ്. നമ്മളറിയാം PAR എന്ന് പറയുന്നതും പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നതും
PRA എന്നൊക്കെ പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുമ്പോൾ ആസ് എ റിസർച്ചർ നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാകും. നമ്മളും ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റിസർച്ച് നടത്തുന്നതിനെയാണ് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒബ്സർവേഷൻസ് അതുപോലെ തന്നെ ആ ഒരു മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും മേജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് ആ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത് വില്യം ആണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ ആസ് എ റിസർച്ചർ ആ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇൻവോൾവ് ആയിക്കൊണ്ട് ആ ഒരു പ്രോബ്ലങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ള പ്രോസസ് എന്നുള്ള ലക്ഷ്യമൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച്. അപ്പോൾ ഓർക്ക് വില്യം ഫുഡ് വൈറ്റ് ആണ് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ചോദിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് സിക്സ് സിഗ്മ ഈസ് ആൻ അപ്രോച്ച് ടു എൻഷുവർ. ഇതൊരു HR റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ HR മേഖലയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് സിക്സ് സിഗ്മ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിക്സ് സിഗ്മ ഇസ് അപ്രോച്ച് ടു എൻഷുവർ ദി ക്വാളിറ്റി ഓഫ് എ പ്രോജക്ട്. അപ്പം ഇതിനകത്ത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളും അതേപോലെ തന്നെ ഡാറ്റ അതൊക്കെ വെച്ചുകൊണ്ടിട്ടാണ് നമ്മൾ സിക്സ് സിഗ്മ എന്നൊരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റണ്ണിങ് ആയിരിക്കുന്ന ഒരു പ്രോജക്റ്റിന്റെ ക്വാളിറ്റിയും അതിനുണ്ടാക്കുന്ന വേരിയേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, എറർ ഒക്കെ മിനിമൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു പെർഫോമൻസ് അപ്രൈസൽ മോഡൽ കൂടിയിട്ടാണ്. ഒരു പ്രോജക്റ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നൊക്കെ മെഷർ ചെയ്യുന്നതിനും എൻഷുർ ചെയ്യുന്നതിനും ക്വാളിറ്റി എൻഷുർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച്, ഒരു മെത്തേഡാണ് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ഓർക്ക് പ്രോജക്റ്റ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അനാലിസിസ് ദാറ്റ് ഇൻഡിക്കേറ്റ് സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ് ആൻഡ് ക്രോപ്പിംഗ് റിലേറ്റഡ് ടു ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ആസ്. ഇത് ലിവ്ലിഹുഡ് അനാലൈസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് സിമ്പിൾ ആണ്. ഇപ്പോ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു ലീവ്ലിഹുഡ് അനാലൈസിസ് എന്താന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ ഒരു നമ്മുടെ മാർക്കറ്റിലോ നമ്മുടെ എക്സ്പെൻഡിച്ചറോ ഈ ഒരു ഈ സോഷ്യൽ എക്കണോമിക്കല് ആ ഒരു ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലൈസിസ് ടെക്നിക്കാണ്. ഇപ്പൊ ലിവ്ലിഹുഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നയിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം തന്നെ ലിവ്ലിഹുഡ് നോക്കുന്നതാണ്. അപ്പൊ ഇവിടെ മേജർ ആയിട്ട് നോക്കുന്ന ഒരു ക്രോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം സ്റ്റെബിലിറ്റി, അതിന്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി എന്തൊക്കെയാണ്, എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിനെ അനാലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലിവ്ലിഹുഡ് അനാലൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ദ പ്രോജക്ട് ടീം മെമ്പേഴ്സ് ആർ പ്രൈമറിലി അക്കൗണ്ടബിൾ ടു. ആരോടാണ്? ടീം മെമ്പേഴ്സ് എല്ലാം പ്രൈമറിലി അക്കൗണ്ട് ആയിരിക്കുന്ന ആരോടാണ്? അഫ്കോഴ്സ് അത് പ്രോജക്ട് മാനേജറിനോടായിരിക്കും. കാര്യം പ്രോജക്ട് മാനേജർ ആയിരിക്കും ഒരു പ്രോജക്റ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ആ പ്രോജക്റ്റിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഓവർസീസ് ആയിരിക്കുന്നത്, ടാസ്ക് എല്ലാം തന്നെ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം പ്രൈം ഉത്തരവാദിത്വം ഒക്കെ ഉള്ളത് ഒരു പ്രോജക്ട് മാനേജർ ആയിരിക്കും. ആ പ്രോജക്ട് മാനേജർ ആയിരിക്കും അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഓൾ ദ പ്രോജക്ട് മെമ്പേഴ്സ് പ്രൈമറിലി അക്കൗണ്ടബിൾ. നമ്മളെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതും റെസ്പോണ്ട് ചെയ്യേണ്ടതും പ്രോജക്ട് മാനേജറിനോടാണ്. ടീം മെമ്പേഴ്സ് എല്ലാം തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കുന്നതും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതും നമ്മുടെ ഹെഡിനോടാണ്, ടീം പ്രോജക്ട് മാനേജറിനോടാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് LFA ഈസ് എ ടൂൾ ഫോർ. LFA എന്ന ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്? സോ LFA എന്നൊരു ടൂള് യൂസ് ചെയ്യുന്ന പ്ലാനിംഗ് ആണ്, ലോജിക്കൽ ഫ്രെയിംവർക്ക് അപ്രോച്ച്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്രോജക്ട് മാനേജ്മെന്റ് ആ പ്രോജക്ട് സർക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് LFA എന്ന് പറയുന്നത്, ലോജിക്കൽ ഫ്രെയിംവർക്ക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതൊരു ഒരു പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം മാനേജ്മെന്റ് ഒരു സ്ട്രക്ചറിന് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. ഒരു പ്രോജക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ്സും അതെല്ലാം തന്നെ അഷ്യൂർ ചെയ്യുക, അതെല്ലാം തന്നെ മീൻസ് അതെല്ലാം തന്നെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കുന്ന അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും എങ്ങനെ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് പോകും അതെല്ലാം തന്നെ നോക്കുന്ന പ്ലാനിങ്, ആ ഒരു പ്ലാനിങ് പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇറക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ പ്രോജക്റ്റിന്റെ തന്നെ നമ്മുടെ പോസ്റ്റ് കോപ്പി കാണുന്നത് തന്നെ ഫസ്റ്റ് തന്നെ വരുന്നത് പ്ലാനിങ് എന്നൊരു ഇതാണ്. അപ്പൊ പ്ലാനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് LFA, ലോജിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, അത് അച്ചീവ് ചെയ്യേണ്ട ഡിസൈൻസ് എന്തൊക്കെയാണെന്ന് വരുന്നുണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ള റിസോഴ്സസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഇത്രയൊക്കെയാണ് ലോജിക്കൽ ഫ്രെയിംവർക്കിന് അണ്ടറിൽ കവർഡ് ആവും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത്, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പൊ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ നമുക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നമ്മുടെ ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ആം, കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഉറപ്പുണ്ട്. അതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇങ്ങനെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇതിൽ ആദ്യത്തത് 5 നമ്മുടെ മേജർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. നമുക്ക് 5 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉണ്ട്, റിട്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇൻ കേസ് ഓഫ് വയലേഷൻ ഓഫ് എനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രം എനി മാനർ, we can approach higher authority like Supreme Court or High Court base of the constitutional remedy like writ. അതാണ് റിട്ട് എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡീവിയൻസ് റെഫേർസ് ടു വാട്ട്? അപ്പോൾ ഡീവിയൻസ് റെഫേർസ് ടു എന്ന് പറയുന്നത് ബിഹേവിയർ ഓർ ആക്ഷൻ ആണ്. ഈ ഡീവിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്കറിയാലോ, ഒരു വ്യതിചലനം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഈ ഡീവിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ നോം തിയറീസ്, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറീസ്, ഇതിലൊക്കെയാണ് കൂടുതലും ഡീവിയൻസ് എന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി ആണെന്നുള്ളതിൽ ക്രിമിനൽ തിയറിയാണ്, ഒരു സോഷ്യോളജിക്കൽ തിയറിയാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീവിയൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും ആക്ഷനിലും സംഭവിക്കുന്ന മാറ്റം അല്ലെങ്കിൽ വ്യതിചലനം. ഇപ്പൊ നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ റൂൾസും സൊസൈറ്റിയുടെ നോംസും ഒക്കെ അനുസരിച്ച് നമ്മൾ അവിടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ചില സമയത്ത് അതിൽ നിന്ന് ഓരോ വ്യതിചലനങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ അതിനെയാണ് ഡീവിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓർക്ക് ഡീവിയൻസ് റെഫേഴ്സ് ടു, ഡീവിയൻസ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ ഓർ ആക്ഷൻ, ഇത് ഡീവിയൻസ് ഫ്രം സോഷ്യൽ നോംസിന്റെയും സോഷ്യൽ റൂൾസിന്റെയൊക്കെ സീരിയസ് ആയിട്ടുള്ള വയലേഷൻസിനെയൊക്കെയാണ് നമ്മൾ ഡീവിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 3 ആസ്പെക്ട് ദാറ്റ് ഡിറ്റർമൈൻ ദ ടൈപ്സ് ഓഫ് പേഴ്സൺ ടു ബി റിക്രൂട്ട് ഫോർ ദി ഓർഗനൈസേഷൻ. അപ്പൊ അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് റിക്രൂട്ടഡ് ടു ദ ഓർഗനൈസേഷൻ. ഒരു 3 ആസ്പെക്ട്, അതായത് ഒരു വ്യക്തിയുടെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന് റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ 3 ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഇത്രയാണ് ജോബ് അനാലൈസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ. ഇത് മൂന്നുമാണ് ഒരു വ്യക്തിയെ ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട 3 ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ജോബ് അനാലൈസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഒരു ജോബിനെ കുറിച്ച് പറയുന്ന നമ്മൾ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ദ ടാസ്ക്, റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്കിൽസ് അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ റോൾ ബേസ്ഡ് ഓൺ ദിസ് ജോബ്. ഒരു ജോബിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സംഭവമാണ് ജോബ്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോബിന്റെ ഒരു സ്വഭാവങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും, ഇന്ന ഇന്ന ടൈപ്പിലൊക്കെ ആയിരിക്കും ജോബ്. ആ ജോബിനെ കുറിച്ച് പറയുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോബിന്, ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ വേണോ, അതൊക്കെ വേണം. അതെല്ലാം തന്നെ പറയുന്ന ഒരു സംഭവമാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 3 ആസ്പെക്റ്റ് ആണ് ഒരു പർട്ടിക്കുലർ റോളിലോട്ട് ഒരു പർട്ടിക്കുലർ പേഴ്സണെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ. അക്കോർഡിംഗ് ടു സ്മിത്ത് ആൻഡ് പ്ലാക്ക്, വാട്ട് ഈസ് കൺസിഡർഡ് സിൻഫുൾ ബിഹേവിയർ ഈസ് ഓഫ്റ്റൻ റെഗുലേറ്റഡ് ബൈ. അതായത് സ്മിത്ത് ആൻഡ് പ്ലാക്ക് പ്രകാരം ഒരു സിൻഫുൾ ബിഹേവിയർ, ഒരു തെറ്റായ ബിഹേവിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാം സിൻഫുൾ എന്ന വാക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് റിലീജിയസ് ക്ലർജിയിലോട്ടായിരിക്കും. ഇതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോ ഈ സിൻ ഒരു പാപമാണ്, അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ എവിടെ കാണുന്നത്? കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ റിലീജിയസ് ക്ലർജിയിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ഒരു ക്രിമിനൽ ജസ്റ്റിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സിൻഫുൾ ഒന്നായിരിക്കില്ല, ഒരു തെറ്റ് ചെയ്തത് ക്രൈം ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അപ്പൊ ഒരു സ്പിരിച്വൽ ഡോക്ട്രൈൻസും സ്പിരിച്വൽ ലീഡേഴ്സിന്റെ ഒക്കെ മൊറാലിറ്റി അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ്, അത് കൺസിഡർ ചെയ്യുന്ന സിൻഫുൾ ബിഹേവിയർ ആണ് റിലീജിയസ് ക്ലർജി എന്ന് പറയുന്നത്. ഇപ്പൊ റിലീജിയസ് റൂൾ പ്രകാരം ഇപ്പൊ ഏതെങ്കിലും, ഇപ്പൊ നമ്മുടെ റിലീജിയസ് ബുക്ക് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്താ പറയുക, ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ പാപമായിട്ടാണ് കണക്കാക്കുന്നത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിലീജിയസ് ക്ലർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എമിലി ഡർക്കിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇൻ റിഗാർഡ് ദ ഫംഗ്ഷൻ ഓഫ് ഡീവിയൻസ് ആൻഡ് സൊസൈറ്റി, വാട്ട് ഡസ് ഡർക്കിം ആർഗ്യൂ വിൽ ഹാപ്പൻ ഇഫ് വി എലിമിനേറ്റ് ഓൾ സീരിയസ് ക്രൈം? അതായത്
ഒരു സൊസൈറ്റിയുടെ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് ഡർക്കിംഗ് എന്ത് ചെയ്യുന്നു? നമ്മള് എല്ലാ തരത്തിലുള്ള സീരിയസ് ക്രൈംസും എലിമിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്? സൊസൈറ്റി വിൽ ക്രിമിനലൈസ് ലെസ് സീരിയസ് ആക്ഷൻ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയിലും സീരിയസ് ആയിട്ടുള്ള ക്രൈംസ് എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷൻസിലൊക്കെയാണ് പോകുന്നെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും? സോ സൊസൈറ്റി വിൽ ക്രിമിനലൈസ് ലെസ് സീരിയസ് ആക്ഷൻ. അതായത് എല്ലാവിധം പോയി കഴിഞ്ഞാൽ സൊസൈറ്റി എന്താ പറയുക, ലെസ് ആയിട്ടുള്ള വളരെ കുറഞ്ഞിലുള്ള സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ആയിരിക്കും എടുക്കേണ്ടി വരിക. അതും ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇവിടെ എന്താ പറയുക, സാമൂഹ്യ ഐക്യത്തിന്റെയും അതേപോലെ തന്നെ പരസ്പരം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഡർക്കിംഗ്. സൊസൈറ്റിനെ കുറിച്ച് പറയുന്ന ഒരു പാർട്ടാണ്. ഇതാണ് വിൽ ഹാപ്പൻസ്. അടുത്തത് PIL ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ റെഫേഴ്സ് ടു എന്താണെന്നാണ് നമുക്ക് നോക്കാം. സോ PIL എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ജസ്റ്റിസ് ടു പുവർ നീഡി ആൻഡ് വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി വിത്ത് ഹെൽപ്പ് ഓഫ് NGOs ആൻഡ് മീഡിയ. നമ്മൾ കാണാറുണ്ടല്ലോ പബ്ലിക് ഇൻട്രസ്റ്റ്, ഈ പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പോലെ പബ്ലിക് PIL ഒക്കെ നടക്കുന്നത് കോർട്ടൊക്കെ ആയിട്ടായിരിക്കും കൂടുതലായിട്ട് നടക്കുന്നത്. സോ PILന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ PIL അലോസ് ഇൻഡിവിജ്വൽസ് ഓർ ഇൻക്ലൂഡിംഗ് NGOs ആൻഡ് മീഡിയ ടു അപ്രോച്ച് കോർട്ട് ആൻഡ് ബിഹാഫ് ഓഫ് ദോസ് റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ് ബട്ട് ആർ unable ടു റെപ്രസെന്റ്. അതായത് ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുക, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അവർക്ക് അവിടെ ഏതെങ്കിലും അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടാൽ, നീതിയൊക്കെ നിഷേധിക്കപ്പെടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കാം? അവർക്ക് PIL പ്രകാരം വിത്ത് സപ്പോർട്ട് ഓഫ് ഏതെങ്കിലും NGOസോ അല്ലെങ്കിൽ ഇതേപോലുള്ള വ്യക്തികളുടെ സഹായത്തോടുകൂടി അവർക്ക് കോർട്ടിനെ അപ്പീൽ ചെയ്യാം. ഹയർ അതോറിറ്റി കോർട്ടിനെയൊക്കെ നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതിനെയാണ് PIL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഓഫ് ദ വയലേഷൻ, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് കോടതിയെ സമീപിക്കാം. സോ അതാണ് ഇവിടെ PIL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നത് നേരത്തെ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 14 to 18 ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആർട്ടിക്കിൾ 14 to 18 14 to 18 ഡീൽസ് വിത്ത് റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ്, തുല്യത, റൈറ്റ് ടു ഇക്വാളിറ്റി എന്നുള്ള. അപ്പൊ ഇതിനകത്ത് എന്താ ആർട്ടിക്കിൾ 14, 15, 16, 17, 18 ഇതൊക്കെയാണ് അവിടെ പറയുന്നത്, തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആർട്ടിക്കിൾ 14 ഗ്യാരൻസ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അതായത് നിയമത്തിന് മുന്നിലുള്ള തുല്യത, എല്ലാ വ്യക്തിയും തുല്യരാണെന്നുള്ള സംഭവമാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 15 പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്ടർ, പ്ലേസ് ഓഫ് ബർത്ത്. അതായത് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വംശത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ജനനസ്ഥലത്തിന്റെ പേരിലോ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് നമ്മുടെ പബ്ലിക് എംപ്ലോയ്മെന്റിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ 17 അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക. പിന്നെ ഫോർബിഡിങ് പ്രാക്ടീസ്. ലാസ്റ്റ് ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്, അതായത് പ്രൊഹിബിറ്റ് ദ ഗ്രാൻഡിങ് ഓഫ് ടൈറ്റിൽ ബൈ ദ സ്റ്റേറ്റ് എക്സ്പെക്ടിങ്, ഈ പദവികൾ ചില വ്യക്തികൾക്കുള്ള പദവികളൊക്കെ കൊടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 to 18 ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്ന മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എ മാരേജ് ബിറ്റ്വീൻ ടു പേഴ്സൺ വിത്തിൻ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് അണ്ടർ ദ ഹിന്ദു മാരേജ് ആക്ട്. അതായത് വോയിഡ് എന്താണ്, അതായത് ഹിന്ദു മാരേജ് ആക്ട് 1955 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതിനകത്ത് എന്താ അതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ മാരേജ് ബിറ്റ്വീൻ ടു പേഴ്സൺ വിത്ത് പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് അണ്ടർ ദ ഹിന്ദു മാരേജ് ആക്ട്. അതായത് ചോദിച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് വിചാരിക്കുന്നു. അതായത് ഒരു പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, ഡിഗ്രി ഓഫ് ഒരു ബന്ധത്തിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് എന്താണെന്നാണ് ചോദിക്കുന്നത്, വോയിഡ് ആണ്. അതായത് മീൻസ് ദ മാരേജ് ഈസ് നോട്ട് ലീഗലി വാലിഡ് ഫ്രം ദി ഔട്ട്സെറ്റ്. പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് refers to the individual who are closely related by blood such as siblings, parent and child or certain other relationship under the act. Is such marriage occurs automatically void and neither the party is considered to be legally married. ഇതാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഔട്ട്സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ്, അതായത് ഈ ഒരു കാര്യം പ്രകാരം റിലേഷൻഷിപ്പ്, അതായത് ഇൻഡിവിജ്വൽ ക്ലോസ് റിലേറ്റഡ് ടു ബ്ലഡ്, അതായത് ഇപ്പൊ സിബ്ലിങ്സ് തമ്മിലുള്ള, പാരന്റ് ആൻഡ് ചൈൽഡ് തമ്മിലുള്ള മാരേജ്, അങ്ങനെയുള്ള സർട്ടൻ മാരേജ് എല്ലാം തന്നെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറമുള്ള മാരേജസ് എല്ലാം തന്നെ വോയിഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള മാരേജ് എല്ലാം തന്നെ വാലിഡ് ആവില്ല, വോയിഡ് ആയിരിക്കും. ആ ഒരു സംഭവമാണ്. അതായത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, സഹോദരർ തമ്മിലുള്ള ഇപ്പൊ സിബ്ലിങ്സ്, ആങ്ങള പെങ്ങള എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചേട്ടൻ അനുജത്തി തമ്മിലുള്ള മാരേജ്
അതേപോലെ തന്നെ പാരന്റ്, അച്ഛനും മകളും തമ്മിലുള്ള, അമ്മയും മകനും തമ്മിലുള്ള മാരേജ്, അങ്ങനെയുള്ള ക്ലോസ്ഡ് റിലേഷൻഷിപ്പ് ഉള്ള മാരേജ് എല്ലാം തന്നെ പ്രൊഹിബിറ്റഡ് ആണ്, നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ മാരേജ്, അങ്ങനെയുള്ള മാരേജിന് വോയിഡ് മാരേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരിക്കലും വാലിഡ് ആയിരിക്കില്ല, അത് വോയിഡ് ആയിരിക്കും. നെക്സ്റ്റ് ചോദിക്കുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ, അതായത് എഡ്യൂക്കേഷണൽ അവകാശം, ദ ബിൽ വാസ് പാസ്ഡ് ഓൺ 2009. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ RT അത് പാസ്സായത്, എഡ്യൂക്കേഷൻ ആക്ട് പാസ്സായത് 2009-ലാണ്. ആ ഒരു ആക്ട് ഗ്യാരണ്ടീഡ് ആയത്, ആക്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. സോ ഇത്രയുമാണ് ആക്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിനെ കുറിച്ചാണ്. അപ്പൊ ആക്ട് ഒക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, ഈ ആക്ടിലൊക്കെ പ്രത്യേകിച്ച് നോക്കി വെക്കുക. ഡൗറി ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ വിച്ച് ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഡൗറി എന്ന വാക്ക് അല്ലെങ്കിൽ ഡൗറിനെ ഡിഫൈൻ ചെയ്ത്, ഡൗറിക്ക് ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം കൊടുത്തിട്ടുള്ളത് ഈ ആക്ടിന്റെ ഏത് സെക്ഷനിലാണെന്ന്. അപ്പോൾ ഓർക്കുക, 1961-ലാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നിട്ടുള്ളത്. അതിലെ സെക്ഷൻ 2-ലാണ് ഡൗറി എന്നൊരു ഡിഫൈൻ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, സ്റ്റെറിലൈസിംഗ് ഇൻഡിവിജ്വൽ ഹു വെയർ തോട്ട് ടു ഹാവ് ജനറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ക്രിമിനാലിറ്റി വാസ് റിലേറ്റഡ് ടു ദി പെർസ്പെക്റ്റീവ് ഓഫ്, അത് യൂജിൻസിക്സ് ആണ്. അതായത് ഇപ്പൊ ഇതൊരു സൈക്കോളജിക്കൽ ആൻഡ് ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ തിയറി, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇതെന്താ കണക്കാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു അണ്ടർ ഡിസൈറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ ക്രിമിനാലിറ്റി ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പാസ് ചെയ്ത് വരുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കും. ഇപ്പൊ യൂജൻസിലേക്ക് എന്താ അഡ്വക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ, അതായത് മെന്റൽ ഇൽനെസ്സും ക്രിമിനൽ ടെൻഡൻസിയും അതൊക്കെ ഒരു ഹെറിഡിറ്ററിയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം മെന്റൽ പ്രോബ്ലം, നമ്മുടെ ആരുടെയെങ്കിലും ഹെറിഡിറ്ററി ഉള്ള ഒരാൾക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടോന്നുണ്ടെങ്കിൽ വരുന്ന ഒരാൾക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ക്യാൻസർ, അതേപോലെ തന്നെ ഇവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രിമിനൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി, ഒരു ബിഹേവിയർ പ്രോബ്ലം ആയിരിക്കും, ഒരു ജനറ്റിക്കൽ പൊട്ടൻഷ്യൽ ആയിരിക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് യൂജൻസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദ പേഴ്സൺ ഹു ചൂസ് ടു കമ്മിറ്റ് ക്രൈം ആഫ്റ്റർ സ്ട്രാറ്റജിക്കലി അസസിംഗ് ദ റിസ്ക് ആൻഡ് റിവാർഡ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ. തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് റാഷണൽ ചോയ്സ് തിയറിയാണ്. അപ്പൊ റാഷണൽ ചോയ്സ് തിയറി എന്താ, ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പേഴ്സൺ ഹു ചൂസ് ടു കമ്മിറ്റ് ക്രൈം ആഫ്റ്റർ സ്ട്രാറ്റജിക്കലി അസസിംഗ് ദ റിസ്ക് ആൻഡ് റിവാർഡ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ്. അതായത് ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്, എന്തെങ്കിലും ചൂസ് ചെയ്യുകയാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രാറ്റജിക്കലി അതെല്ലാം അസസ് ചെയ്യാൻ, റിസ്ക് എന്തൊക്കെയായിരിക്കും, റിവാർഡ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട്, ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ ക്രൈം ചെയ്യാനായിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് റാഷണൽ ചോയ്സ് തിയറി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തിയറി, റാഷണൽ ഇമോട്ടീവ് തിയറി ഉണ്ട്, REBT എന്ന് പറയും. അത് ആൽബർട്ട് എലീസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് മാറിപ്പോകരുത്. അപ്പൊ റാഷണൽ ചോയ്സ് തിയറി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ അവനൊരു ആക്ട് അല്ലെങ്കിൽ എന്ത് ക്രിമിനൽ ചെയ്യട്ടോ, അതെല്ലാം തന്നെ അവന്റേതായിട്ടുള്ള സെൽഫ് ഇൻട്രസ്റ്റ് പ്രകാരമായിരിക്കും അവൻ ചോയ്സ് ഒക്കെ ചെയ്യുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. ക്രിമിനോളജി റിലേറ്റഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു തിയറിയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, മീൻസ് എ പോലീസ് ഓഫീസർ ഹാസ് ദ അതോറിറ്റി ടു മേക്ക് ആൻ അറസ്റ്റ് വിതൗട്ട് എ വാറന്റ് ആൻഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ഓർ വിതൗട്ട് ദ പെർമിഷൻ ഓഫ് എ കോർട്ട്. അതായത് ഇവർ കുറച്ച് ഇത് തന്നിട്ടുണ്ടല്ലോ, ഒഫൻസ് തന്നിട്ടുണ്ട്. ഈ ഒഫൻസ് പ്രകാരം ഒരു പോലീസുകാരന് ഒരു കോർട്ടിന്റെ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുടെ വാറന്റോ അനുവാദവും ഇല്ലാതെ ഒരാൾ അറസ്റ്റ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താനും അനുവദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവകാശം കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള ഒഫൻസ് ആണ്? അത് കൊഗ്നിസിബിൾ ഒഫൻസ് ആണ്. അപ്പൊ കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇൻ കേസ് ഓഫ് മർഡർ, സീരിയസ് ആയിട്ടുള്ള നേച്ചർ ഓഫ് ക്രൈംസ്, മർഡർ, റേപ്പ്, റോബറി, തഫ്റ്റ്, ഇതൊക്കെ ചെയ്താൽ അക്കോർഡിംഗ് ടു അണ്ടർ പീനൽ കോഡ് ആക്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഹയർ അതോറിറ്റിയുടെ പെട്ടെന്നുള്ള അനുവാദമോ മുൻകൂർ അനുവാദമോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്യാനും വാറന്റ് എടുക്കാനും അനുവദിക്കുന്ന ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പൊ കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, IPC പ്രകാരം, പുതിയതായിട്ട് നമ്മൾ പറയുന്നത് ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ടുള്ള ക്രൈംസ് സച്ച് ആസ് മർഡർ, കൊലപാതകം, റേപ്പ്, ഇതേപോലുള്ള ബലാത്സംഗം, പിന്നെ റോബറി, തട്ടിപ്പ്, പിന്നെ തെഫ്റ്റ്, മോഷണം, ഇതൊക്കെ തന്നെ വരുന്നത് കൊഗ്നിസിബിൾ ഒഫൻസിൽ അണ്ടറിലുള്ള. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നത്, ചൈൽഡ് ലേബർ ഇസ് പ്രൊഹിബിറ്റഡ് ആസ് പെർ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ബാലവേല, ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ആയിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഇതും ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ആർട്ടിക്കിളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതേപോലെ ആർട്ടിക്കിൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആ ആർട്ടിക്കിൾസ്,
അതുപോലെ തന്നെ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ആർട്ടിക്കിൾ 24. അപ്പൊ ആർട്ടിക്കിൾ 24 പ്രകാരമാണ് ബാലവേല നിരോധിച്ചിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു ആക്ട് ആണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ട് വന്നത് 1986 പ്രകാരമാണ് ആർട്ടിക്കിൾ 24 വന്നിട്ടുള്ളത്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കൂടെ നമ്മൾ പഠിക്കുക. അപ്പൊ ഓർത്തു വെക്കുക, 1986 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 24 പ്രകാരം നമ്മുടെ ബാലവേല നിരോധിച്ചിട്ടുള്ളത്. അത് ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു എൻ ജി ഒയുടെ ഒരു പ്രോസസ് അല്ലെങ്കിൽ എൻ ജി ഒയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എൻ ജി ഒയെ കുറിച്ചാണ്. അതിന്റെ ഒരു സീക്വൻസ് നമ്മൾ മെഷർ ചെയ്യുക. പിന്നെ ആൻസർ എന്താന്ന് വെച്ചാൽ ഫോർത്ത് ആണ്, മിഷൻ, വിഷൻ, സ്ട്രാറ്റജീസ്, ഒബ്ജക്റ്റീവ്സ്. ഒരു എൻ ജി ഒയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു പ്രോസസ് എന്തൊക്കെയാണെന്ന് അത് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഒരു എൻ ജി ഒക്ക് ആദ്യം എന്താ ഒരു വിഷൻ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഒരു എൻ ജി ഒ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ എൻ ജി ഒയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ്. ഇപ്പൊ ഒരു ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻ ജി, ഇപ്പൊ ബാനിയൻ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന എൻ ജി ഒ, ആ എൻ ജി ഒസിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എൻ ജി ഒയുടെ വിഷൻ എന്താണെന്ന് നല്ല രീതിയിൽ അവിടെ ഡിഫൈൻ ചെയ്യണം. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ, അതായത് ഒരു എൻ ജി ഒക്ക് ഒരു മിഷൻ കാണുമല്ലോ, ആ മിഷൻ എന്താണ്, അവരുടെ കോർ വാല്യൂസും കോർ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ്, അതായത് മിഷൻ ഓക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ, ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിലോട്ട് പോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ആണ്. ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണോ വരുന്നത് ആ സ്ട്രാറ്റജീസിലോട്ടെല്ലാം തന്നെ നമ്മൾ അതിലോട്ട് മുന്നോട്ട് പോകുക. ആ മിഷൻസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒബ്ജക്റ്റീവ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നോക്കുക. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ ഡിഫൻസ് സിറ്റുവേറ്റഡ്, അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NIST. അപ്പൊ NISTയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കണം, നാഷണൽ ബ്ലൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ ഡിഫൻസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. അതായത് നമ്മുടെ സീനിയർ സിറ്റിസൺസിന്റെ അവരുടെയൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ ഡിഫൻസിന്റെ ഉത്തരവാദിത്തമാണ് സീനിയർ സിറ്റിസന്റെയും അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ റീഹാബിലിറ്റേഷൻ, സോഷ്യൽ റീഹാബിലിറ്റേഷൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഓർത്തു വെക്കുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ ഡിഫൻസ് NISTയുടെ ആസ്ഥാനം ഡൽഹിയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 360 ഫീഡ്ബാക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓഫ്കോഴ്സ് അത് എന്തായിരിക്കും എന്ന് വെച്ചാൽ 360 ഫീഡ്ബാക്ക് പെർഫോമൻസ് അപ്രൈസലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അതായത് നമ്മളൊരു ഒരു ഒരു പ്രോജക്റ്റോ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിചാരിക്കും. അപ്പൊ അതിന്റെ ഓൾ ഓവർ 360 നമുക്കറിയാലോ, ഒരു സർക്കിൾ വരും. അപ്പൊ A to Z ആയിട്ടുള്ള കാര്യത്തിന്റെ ഒരു ഫീഡ്ബാക്ക്, അതിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു സംഭവമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓർക്ക് 360 ഓഫ് ഫീഡ്ബാക്ക് വരുന്നത് ഒരു പ്രോജക്റ്റിന്റെ പെർഫോമൻസ് അപ്രൈസലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നമ്മുടെ ഹൗസ് റിലേറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ആഫ്റ്റർ പാസിംഗ് ഓഫ് എ ബിൽ ഇൻ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ആഫ്റ്റർ പ്രസിഡന്റ് ആസൻ വിതിൻ ഹൗ മെനി ഡേയ്സ് ദ ബിൽ ഷുഡ് കം ഇൻ ടു ഫോഴ്സ്. അതായത് നമ്മുടെ നമുക്കൊരു ബില്ല് പാസ്സാവുന്ന രീതി അറിയാമല്ലോ. അതായത് ആദ്യം ലോകസഭയിൽ അത് പാസ്സാവണം, പിന്നീട് രാജ്യസഭയിൽ പാസ്സാവണം, പിന്നെ പ്രസിഡന്റിന്റെ അടുത്തോട്ട് പോകുന്നു. പ്രസിഡന്റ് സൈൻ ചെയ്തതിന് ശേഷമാണ് ഒരു ബില്ല് എന്ന് പറയുന്നത് പാസ്സായിട്ട് ആക്ട് ആവുന്നത്. അപ്പൊ ചോദിച്ചെഴുതാണ്, രാജ്യസഭയും ലോകസഭയും ഒരു ബില്ല് പാസ്സാക്കിയതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിലാണ് ആ ഒരു ബില്ല് അല്ലാന്നുണ്ടെങ്കിൽ അത് ആക്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു കണക്കില്ല. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ അത് ഓപ്ഷൻ തന്നിട്ടുള്ളത് 30, 31, 60 അഫ്കോഴ്സ് നമ്മൾ മനസ്സിലാക്കണം, ഒരു ബില്ല് രാജ്യസഭ ലോകസഭ പാസ്സാക്കിയതിന് ശേഷം പ്രസിഡന്റ് അടുത്ത് നിന്ന് ഒപ്പ് ചെയ്ത് കിട്ടിയതിന് ശേഷം എത്ര ദിവസത്തിന് ശേഷം അത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് ഒരു ദിവസം ഇല്ല എന്നുള്ളതാണ്. അതെപ്പോ വേണമെങ്കിലും വരാം, അങ്ങനെ കൃത്യമായിട്ട് ഒരു ദിവസം അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് പ്രൊബേഷൻ ഓഫീസർ ഓഫ്റ്റൻ ബിലീവ് ദാറ്റ് ഓൾദോ മോസ്റ്റ് ഒഫൻഡേഴ്സ് ഡു നോട്ട് പോസ് ടു എ ഡേഞ്ചർ ടു അതേഴ്സ് ദേ ഡു ഫ്രീക്വൻലി എക്സിബിറ്റ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ പാറ്റേൺ സച്ച് ആ. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഇത്രയുമാണ്. ഒരു പ്രൊഹിബിഷൻ ഓഫീസർ, നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ, ഇത് നമ്മൾ സത്യത്തിൽ എന്താ പറയുക, ഒരു ജനറൽ നോളജ് അല്ല എന്നുള്ള ആ ഒരു ആസ്പെക്ട് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു പ്രൊബേഷൻ ഓഫീസർ നമ്മൾ മനസ്സിലാക്കണം, ഓൾദോ മോസ്റ്റ് ഒഫൻഡേഴ്സ് ഡു നോട്ട് പോസ് എ ഡേഞ്ചേഴ്സ് ടു അതേഴ്സ് ദേ ഡു ഫ്രീക്വൻലി എക്സിബിറ്റ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ പാറ്റേൺ സച്ച് ആസ്. അതായത് ഇപ്പോ മറ്റുള്ളൊരു വ്യക്തികൾക്ക് ഹാമേഴ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അവരെന്താ പറയുക, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ അവരുടെ രീതിയിൽ ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു ക്രൈം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഒഫൻഡേഴ്സ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സൂയിസൈഡ് അലൈഡേഷൻ ഉണ്ടാകാം, ആൽക്കഹോൾ അബ്യൂസ് ഉണ്ടാകാം, ഡ്രഗ് അബ്യൂസ് ഉണ്ടാകും. അപ്പൊ ബിഹേവിയർ, അതായത് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ പാറ്റേൺ വരുന്നതാണ് ഇത് മൂന്നും. അത് ഓൾ ഓഫ് ദി അബോവ് കവർ ആവുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ദ മെത്തേഡ് ബൈ വിച്ച് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ഈസ് കോൾഡ്.
ജോബ് ഇവാലുവേഷൻ ആണ്. അതായത് ഒരു ജോബ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് അതിനെ കുറിച്ചൊക്കെ പറയുന്ന സംഭവം അത് അല്ലെങ്കിൽ ആ ഡിറ്റർമിനേഷനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡ് എന്താ? അപ്പൊ ജോബ് ഇവാലുവേഷൻ. അപ്പൊ ജോബ് ഇവാലുവേഷൻ എന്താ? ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ സാലറി. ഒരു ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ജോബ് ആയിക്കോട്ടെ, എന്ത് ജോബും ആയിക്കോട്ടെ, ആ ജോബിനെ കുറിച്ച് സിസ്റ്റമാറ്റിക്കലി അസസ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മെത്തഡോളാണ് അല്ലെങ്കിൽ മെത്തേഡാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇവാലുവേഷൻ ജോബ് പറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി അതെല്ലാം തന്നെ ഇന്റേണൽ ഇക്വാലിറ്റിയും ഫെയർനെസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ പറയുന്നത് ഈ ഒരു മേഖലയിലാണ്. സോ ജോബ് ഇവാലുവേഷൻ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു അഡൾട്ട് ഒഫൻഡേഴ്സ് ഹു കം കോഴ്സ് ബേസ്ഡ് ഓൺ സൂപ്പർവിഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഡാഷ് റെഫേഴ്സ് ടു ദ ക്രിമിനൽ ഒഫൻഡേഴ്സ് ഹു ആർ കണ്ടീഷണൽ റിലീസ് ഫ്രം പ്രിസൺ. ഇത്രയുള്ളത് പ്രൊബേഷൻ ആൻഡ് പരോൾ ആണ്. അപ്പൊ നമുക്ക് പ്രൊബേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊബേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു സൂപ്പർവിഷൻ ആണ്. ഇപ്പൊ ഒരു അഡൾട്ട് ഒഫൻഡേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടി കുറ്റവാളികളായിക്കോട്ടെ, അങ്ങനെ സംഭവിക്കുന്ന അഡൾട്ട് ആയിക്കോട്ടെ, അഡൾട്ട് ആയിട്ടൊരു ഒരാൾക്ക് ഒരു പ്രൊബേഷൻ ഓഫീസറിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? പ്രൊബേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൂപ്പർവിഷൻ ആണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ പ്രൊബേഷനോ അവന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അവന്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസും അവന്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരിതാണ് പ്രൊബേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പരോൾ. പരോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷണൽ റിലീസ് ഓഫ് ക്രിമിനൽ ഒഫൻഡേഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ പരോൾ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഒരു ക്രിമിനൽ ഇപ്പൊ ഒരു ഇന്ന നിശ്ചിത വർഷത്തേക്കാണ് ആ ക്രിമിനൽസിന് അല്ലാന്നുണ്ടെങ്കിൽ അവന് ഒരു തടവ് ശിക്ഷ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷന്റെ ബേസിൽ നമ്മൾ ആ വ്യക്തിക്ക് കുറച്ച് നാളത്തേക്ക് പരോൾ കൊടുക്കുന്നു. അതായത് ചിലപ്പോൾ 2 ആഴ്ച ആവാം, 1 മാസമാവും പരോൾ കൊടുക്കുക. ഒരു 4 വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 വർഷം കൊടുക്കുമ്പോഴത്തേക്കും ഒരു പരോൾ കൊടുക്കുന്നു. ആ പരോൾ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ദ സൂപ്പർവിഷൻ. ഈ കാലയളവിൽ ഈ വ്യക്തിയുടെ ജയിലിലെ പെരുമാറ്റം എങ്ങനെയാണ് അതെല്ലാം നോക്കിയിട്ടാണ് പരോൾ കൊടുക്കുന്നത്. ഇറ്റ്സ് എ കണ്ടീഷണൽ റിലീസ് ഓഫ് ക്രിമിനൽ ഒഫൻഡേഴ്സ്. അപ്പൊ ഇത് തമ്മിലാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചാൽ ഹ്യൂമൻ റൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ. ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് വാസ് ഓൺ. അത് 1948 ഡിസംബറിലാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാനുവരി 10 നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ ഓർക്കുക, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UN അനൗൺസ് ചെയ്തിട്ടുള്ളത് 1948 ഡിസംബറിലാണ്. നമുക്ക് ഓർത്തു വെക്കാം, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നെക്സ്റ്റ് വർഷമാണ്, December 10 ആണ്. നെക്സ്റ്റ് പോസ്റ്റ് കോബിനെ കുറിച്ചാണ്. അപ്പൊ പോസ്റ്റ് കോർബ് ഹ്യൂസ് കോൺട്രിബ്യൂട്ടഡ് പോർട്ടുഗോസ്, അത് ഓപ്ഷൻ ബി ലൂതർ കുളിക്ക് ആണ്. ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ തവണത്തെ കാണുമ്പോഴത്തേക്കും HR പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ പോസ്റ്റ് കോബ് എന്ന് പറയുന്ന ഒരു അക്രോണിയം ആണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. അപ്പൊ അതിന്റെ ഒരു അക്രോണിയം ആണ് പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. ഇതെന്താ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജർ, അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഓപ്പറേഷനിൽ എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൂതർ പുളീക്ക് നൽകിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ് പോസ്റ്റ് കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് FCR സ്റ്റാൻഡ്സ് ഫോർ. FCR എന്താണെന്ന ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സിമ്പിൾ ആണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഇതൊരു ഇന്ത്യൻ ലോ ആണ്. അതായത് ഒരു NGO, നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു NGOസിന് നമ്മുടെ വിദേശത്ത് നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻസ് ഫണ്ടിങ് ഒക്കെ റെഗുലേറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടൊരു ആക്ട് ആണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. സോ FCRയുടെ ഫുൾ ഫോം അത്രയാണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഡാഷ് ഡീൽസ് വിത്ത് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർഗനൈസേഷൻ ബിറ്റ്വീൻ ടു ഇൻ വിച്ച് കമ്പാൻഷൻസ് അവarded ടു ദ വിക്ടിം. അത് സിവിൽ ലോ ആണ്. ഇപ്പൊ സിവിൽ ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലോസ് ആണ് സിവിൽ ലോ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറയുക, നമ്മുടെ കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഫാമിലി മാറ്റേഴ്സ്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് സിവിൽ ലോ എന്ന് പറയുന്നത്. വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഇവിടെയൊക്കെയാണ് നമ്മൾ സിവിൽ ലോ യൂസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഹു ഡിഫൈൻ ദ മാനേജ്മെന്റ് ആസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഒരു ഡെഫിനേഷൻ ചോദിച്ചിരിക്കുന്നതാണ്. അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ മേരി പാർക്കർ ഫോളറ്റ് ആണ്. അപ്പൊ അവരാണ് പറഞ്ഞിട്ടുള്ളത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ, അതായത് പീപ്പിൾസിലൂടെ, അതായത് ഒരു കാര്യം പീപ്പിൾസിലൂടെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നടത്തിയെടുക്കുന്ന ഒരു കലയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്നത്. ഇവർ എഫക്റ്റീവ് ലീഡർഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് മേരി പാർക്കർ ഫോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഇഫ് എ പേഴ്സൺ ഈസ് വെരി മസ്കുലർ ആൻഡ് ആക്റ്റീവ് എൻഗേജസ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റി, വാട്ട്സ് സൊമാറ്റോ ടൈപ്പ് വുഡ് ഹി ഫിറ്റ് അക്കോർഡിംഗ് ടു വില്യം ഷെൽട്ടൺ. അപ്പൊ വില്യം ഷെൽട്ടന്റെ ഒരു ഓപ്ഷൻ ആണ്, അത് മീസോമോഫ് ആണ്. ഇതൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, കുറച്ച് ടൈപ്പ് ഓഫ് സൊമോട്ടോ ടൈപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് സൊമാറ്റോ ടൈപ്പ് ഓഫ് ഈ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്. അല്ലാന്നുണ്ടെങ്കിൽ സൊമാറ്റോ ടൈപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ഈ മീസോമോഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൊമാറ്റോ ടൈപ്പ് തിയറിയാണ്. ഷെൽഡൻസ് തിയറിയാണ് സൊമാറ്റോ ടൈപ്പ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആ തിയറിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം 4 കാര്യങ്ങൾ പറയുന്നത്. എൻറ്റോമോഫ് എന്നുണ്ട്, മീസോമോഫ് ഉണ്ട്, സോറോമോഫ് ഉണ്ട്,
എക്ടോമോർഫ് ഉണ്ട്. അപ്പൊ ഒരു മസ്കുലർ ആക്ടിവിറ്റി ആണ്. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീസോമോർഫ് എന്ന് പറയുന്നത് സച്ച് എ ട്രേറ്റ്, അതായത് ഒരു ക്രൈം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ചെയ്യാനായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള ടെൻഡൻസിയും ആ ഒരു എനർജിയൊക്കെയാണ് മീസോമോർഫം എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, ഒരു മസ്കുലർ ആക്ടിവിറ്റിയും ക്രിമിനൽ ചെയ്യാനുള്ള ഒരു എൻഗേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കവർ ചെയ്യുന്നതാണ് മീസോമോർഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഫ്രെനോളജി ഇസ് എ ബേസ്ഡ് ഇൻ ദ ഐഡിയ ദാറ്റ് ക്രിമിനൽ ട്രേറ്റ് കുഡ് ബി ഡിറ്റർമൈൻ ദ സ്റ്റഡി ഓഫ് സ്കൾ ടൈപ്പ്. ആൻസർ സ്കൾ ടൈപ്പ്, സ്കൾ ടൈപ്പ് ആണ്, ഓപ്ഷൻ ബി ആണ്. അദ്ദേഹം പറയുന്ന ഇത്രയാണ്, നമ്മുടെ ഒരു സ്കൾ ഉണ്ടല്ലോ, സ്കള്ളിന്റെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു സ്കള്ളിന്റെ ഷേപ്പ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസ് ജോസഫ് ആണ്. ഫ്രാൻസ് ജോസഫ് ഗോൾ ആണ് ഏർലി ഓഫ് 1890 സെഞ്ചുറിയിലാണ് ഇങ്ങനെ ഒരു തിയറി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അക്കോർഡിംഗ് ടു തിയറി ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ തലയോട്ടിയുടെ ഷേപ്പ്, ആ തലയോട്ടിയുടെ ഷേപ്പ് വെച്ചിട്ട് നമ്മുടെ ഒരു ക്രിമിനൽ ട്രേറ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഒരു ഇദ്ദേഹം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കോപ്സിലൂടെ, അതായത് ഈ നമ്മുടെ ഈ സ്കൾ ഉണ്ടല്ലോ, ഈ പോസ്റ്റ്മോർട്ടം അതിനുശേഷമുള്ള സ്കള്ളിന്റെ ഒക്കെ ഒരുപാട് നാളായിട്ട് ക്രിമിനൽ ടെൻഡൻസിയും ആ ക്രിമിനൽ ഒക്കെ ചെയ്തിട്ടുള്ള ആ ക്രൈം ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ നടത്തിയ ഒരു സ്റ്റഡി പ്രകാരമാണ് അദ്ദേഹം പറയുന്നത്, തലയൂട്ടിയുടെ ഷേപ്പ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ ചിന്തിക്കുന്ന വെച്ച് ഒരു വ്യക്തിയുടെ ക്രിമിനൽ ട്രേറ്റ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഫ്രിനോളജി എന്ന് പറയുന്നത്. ഫ്രാൻസ് ജോസഫ് ഗോൾ ആണ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് ഒരു തിയറി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ജെറമി ബന്ധനൻ ലേബിൾഡ് പീപ്പിൾ ഹു ആർ മോട്ടിവേറ്റഡ് ബൈ പേഴ്സ്യൂട്ട് ഓഫ് പ്ലഷർ ആൻഡ് അവോയ്ഡൻസ് ഓഫ് പെയിൻ ഈസ് ആൻ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹ്യൂഡനിസ്റ്റിക് കാൽക്കുലസ് ആണ്. അതായത് ഇതൊരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആണ്, യൂട്ടിലറിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ വരുന്നതാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടോ, നമ്മളെ എല്ലാ ഇൻഡിവിജ്വലും മാക്സിമം നമുക്ക് പ്ലഷർ കിട്ടാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് സന്തോഷം, നമ്മൾ ലെസ് പെയിൻ. ഇപ്പൊ നമുക്ക് എന്താ പറയുക, കഷ്ടപ്പാട്, സഹനം, അങ്ങനെ പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനും മാക്സിമം നമുക്ക് പ്ലഷർ കിട്ടണം, എൻജോയ്മെന്റ് കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് കൂടുതലും ഇൻഡിവിജ്വൽസിന് താല്പര്യം. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹെഡനിസ്റ്റിക് കാൽക്കുലസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ജെർമി ബെന്തലൈൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു വ്യക്തിയുടെ സന്തോഷം, ഹാപ്പിനെസ്, താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഹാപ്പിനെസ് എപ്പോഴും സന്തോഷകരമായിട്ടിരിക്കുക, മിനിമം പെയിൻ മാക്സിമം പ്ലഷർ, ആ ഒരു കോൺസെപ്റ്റിൽ അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത്, അതിനെ മെഷർ ചെയ്യാനായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ്, കാൽക്കുലേഷൻ മെത്തേഡാണ് ഹ്യൂഡനിസ്റ്റിക് കാൽക്കുലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് CSWനെ കുറിച്ചാണ്. ഹു വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് CSW? ഡോക്ടർ ദുർഗാബാജി ദേശ്മുഖ് ആണ്. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്, അവരെന്താ പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറും ഫ്രീഡം ഫൈറ്റർ ഒക്കെ ആയിരുന്നു. അപ്പൊ അവരാണ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് വരാനായിട്ട് ഇവരാണ് ഇതാക്കിയിട്ടുള്ളത്. സോറി, കുട്ടികളുടെ മാത്രമല്ല വുമൻസ് ആൻഡ് ചിൽഡ്രന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഓർക്കുക, CSWയുടെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഡോക്ടർ ദുർഗാബായ് ദേശ്മുഖ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി ഇസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ്. അപ്പം അതിന്റെ ആൻസർ ഫ്രീ ഫിൽ ആണ്. അപ്പൊ സീസർ ബെക്കാരിയ ജെറമി ബന്ധമാണ് 18th സെഞ്ചുറിയിലാണ് അവർ ഇങ്ങനെ ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്തത്. സ്കൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു കൂട്ടത്തിനാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി ഫ്രീ വിൽ എന്നൊരു ബേസിക്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സീസറാണ്. അപ്പൊ ഇവരെന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ എങ്ങനെയാ, ഇപ്പൊ ഈ ക്രൈം ചെയ്യുന്ന പീപ്പിൾസ് ഉണ്ടല്ലോ, എന്നുണ്ടെങ്കിൽ പീപ്പിൾസ് ക്രൈം ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുക, അവർ ബിലീവ് ചെയ്യുന്നത് റിസ്ക് ഓർ പണിഷ്മെന്റിനെ കുറിച്ചുള്ള ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള ബിലീവ് ആയിരിക്കും. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ക്രൈം അവർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവർ ചെയ്യുന്ന ഫെയർ ആയിട്ടുള്ള ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും അവര് നോട്ട് ചെയ്യണം. പീപ്പിൾ ചൂസ് ടു കമ്മിറ്റ് ക്രൈം വെൻ ദേ ബിലീവ് ദ ബെനിഫിറ്റ് ഔട്ട്വെയ് ദ റിസ്ക് ഓർ പണിഷ്മെന്റ്. അതാണ് അവർ കൂടുതൽ ബെനിഫിറ്റ്സിനെ കുറിച്ചായിരിക്കും. അപ്പൊ അവര് റിസ്ക്, അതായത് ഒരു പണിഷ്മെന്റ് കിട്ടുമോ അങ്ങനെയുള്ള റിസ്കിനെ കുറിച്ചൊക്കെ അവർ ലെസ് അവെയർ ആയിരിക്കും. ഈ ക്ലാസിക്കൽ പെർഫെക്റ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈംസിനെ കുറിച്ചുള്ള റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചും ക്രൈം ചെയ്യാനായിട്ടുള്ള ചില വ്യക്തികളുടെ റാഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. അതിന്റെ ഒരു തോട്ടാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിക്കുന്ന തിയറി എക്സ് ആൻഡ് തിയറി വൈ, അത് ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്? ഇവരിൽ ആരുമല്ല തിയറി എക്സ് ആൻഡ് വൈ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡംഗൽസ് MC ഗ്രിഗർ ആണ്. അദ്ദേഹമാണ് 1960 ദ ഹ്യൂമൻ സൈഡ് ഓഫ് ഓണ്ടർപ്രൈസ് അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്ന ബുക്കിലാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന ഇത് ഒരു തിയറി കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. തിയറി എക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എംപ്ലോയീസിന്റെ ലൈസിനെസ്, ഡിസ്ലൈക്ക്, വർക്ക്, അതൊക്കെയാണ് വരുന്നത്. വൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ മോട്ടിവേഷൻസ്, എൻജോയ് വർക്ക്.
ഇപ്പൊ തിയറി ഇത് ഏത് തിയറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. തിയറി എക്സിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തിയറീസ് അവരുടെ ഒരു എംപ്ലോയീസിന്റെ ലേസിനെസ്, ഇഷ്ടമില്ലായ്മ, ജോലി ചെയ്യാനുള്ള ഡിസ്ലൈക്ക്, ഇതൊക്കെയാണ് തിയറി എക്സ് പറയുന്നത്. തിയറി വൈയിലോട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു മോട്ടിവേഷൻ, ഒരു എന്തൂസിയാസം, ഇതൊക്കെയാണ് തിയറി വൈയിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ മുസ്ലിം ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ഈസ് കെപ്റ്റ് ഇൻ ദ കസ്റ്റഡി ഓഫ് മദർ ആണ്. സോ ആൻസർ മദർ ആണ്. അപ്പൊ അണ്ടർ ഇസ്ലാമിക് ലോ ഒരു എലിജിറ്റിമേറ്റ് ചൈൽഡ് ആയിക്കോട്ടെ ജനറലി മെറ്റേണൽ കസ്റ്റഡി, അമ്മയുടെ കസ്റ്റഡിയിൽ ഇരിക്കാനായിരിക്കും കൂടുതലായിട്ടുള്ള അവകാശം ഉള്ളത്. അപ്പൊ ഒരു പ്രൈമറി കെയർ ഗീവർ എന്ന് പറയുന്നത് യങ് ചിൽഡ്രന്റെ പറയുന്നത് അഫ്കോഴ്സ് അതും അമ്മ തന്നെയാണ്. സോ അക്കോർഡിംഗ് ടു മുസ്ലിം ഇസ്ലാമിക് ലോ എ മുസ്ലിം ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ഈസ് കീപ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് മദർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 1986 അപ്ലിക്കബിൾ ഫോർ അഫ്കോഴ്സ് നമ്മുടെ ഓൾ ഓവർ ദി ഇന്ത്യ ആണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഓൾ ഓവർ ദി ഇന്ത്യ അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ട്. നെക്സ്റ്റ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഡിസ്ട്രിബ്യൂട്ടീവ് മോഡൽ ഓഫ് സോഷ്യൽ പോളിസീസ് അസോസിയേറ്റഡ് വിത്ത് വെൽഫെയർ സ്റ്റേറ്റ്. അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഡിസ്ട്രിബ്യൂഷൻ പോളിസി എന്ന് പറയുന്നത്. ഇതൊരു വെൽഫെയർ സ്റ്റേറ്റ്, വെൽഫെയർ എന്നൊരു കോൺസെപ്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റിലും അപ്ലിക്കബിൾ ആയിട്ടാണ്. നെക്സ്റ്റ് ഹീനിയസ് ഒഫൻസ് ഇൻക്ലൂഡ് ഒഫൻസ് ഓർ മിനിമം പണിഷ്മെന്റ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് ഓർ എനി അതർ ലോ ഓഫ് ടൈം ബീങ് എൻഫോഴ്സ്മെന്റ് ബൈ 7 years ഓർ മോർ. അതായത് നമ്മൾ ഈ ഹീനിയസ് ഒഫൻസ് എന്ന ആക്ട് അല്ലെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കത് കൂടുതലും എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആൻഡ് അതർ എനി ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം ഹീനിയസ് ഒഫൻസ് എന്ന് പറയുന്നത് 7 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 2018 ഇന്ത്യൻ പീനൽ കോഡ് അമെന്റ്മെന്റ് ആക്ടിനാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ ഒരു മിനിമം പണിഷ്മെന്റ് ഹീനിയസ് ഒഫൻസിൽ വരുന്ന ക്രൈംസ് എന്ന് പറഞ്ഞാൽ റേപ്പ് വരുന്നുണ്ട്, കൊലപാതകം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ 7 അതിൽ കൂടുതലോ വർഷം പണിഷ്മെന്റ് കിട്ടാൻ സാധിക്കുന്ന കുറ്റകൃത്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ജുവനൈൽ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 എ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 18 ഈസ് ഡിഫൈൻഡ് ആസ് ജുവനൈൽ. ഇപ്പോൾ 2015 ആക്ട് പ്രകാരമാണ് ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് ജുവനൈൽ എന്ന് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2005 ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 18, 18 വയസ്സിന് താഴെ, 18 വയസ്സ് വരെ അക്കോർഡിംഗ് ടു ദ ജുവനൈൽ ഏജ് ആക്ട് പ്രകാരം 18 വയസ്സ് വരെ താഴെയാണ് ഒരു ചൈൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് സെറ്റിംഗ് ബ്രിങ് അബൌട്ട് ദ കറക്ഷൻ ടു ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറൽ പീപ്പിൾ. ഓഫ് കോഴ്സ് അത് കറക്ഷണൽ സെറ്റിംഗ് ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അവന്റെ സ്വഭാവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് സെറ്റിംഗ്സ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് കറക്ഷണൽ സെറ്റിംഗ്സ് ആണ്. അപ്പൊ കറക്ഷണൽ സെറ്റിംഗ്സിലായിരിക്കാം അവിടെ നമ്മൾ എന്താ പറയുക റീഹാബിലിറ്റേഷൻ സർവീസ് കൊടുക്കുന്നുണ്ട്, കറക്ഷണൽ സർവീസ് കൊടുക്കുന്നുണ്ട്, എല്ലാം തന്നെ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കറക്ഷണൽ സെറ്റിംഗ്സിലാണ് ജുവനൈൽ ഡിറ്റൻഷനിലായിക്കോട്ടെ റീഹാബിലിറ്റേഷനിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ കറക്ഷണൽ സെറ്റിംഗ്സിലാണ് വേരിയസ് പ്രോഗ്രാമിലൂടെ ഒരു വ്യക്തിയുടെ വൊക്കേഷണൽ ട്രെയിനിങ്, ബിഹേവിയർ കൗൺസിലിംഗ്, ഇതെല്ലാം കൂടെ തന്നെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഒക്കെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും, കറക്ഷൻ ചെയ്യാനായിട്ട് നോക്കുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ കറക്ഷൻ ചെയ്യാനായിട്ട്. സോ അത് കറക്ഷൻ സെറ്റിംഗ്സിലാണ്. സോ ഓഫ് കോഴ്സ് ഇത്രയൊക്കെയാണ് നമ്മുടെ PYQ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 2019 നടന്നിട്ടുള്ള എക്സാമിന്റെ PYQ ഡിസ്കഷൻ ആണ് നടത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു PYQ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലയിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഇതിനൊക്കെ തന്നെ ഓറിയന്റഡ് ആയിട്ടുള്ള PYQ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ PYQ എക്സ്പ്ലനേഷൻ ഇതോടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ച് നമ്മൾ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ബാച്ചിനെ കുറിച്ചൊക്കെ അറിയാനും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ഈ കാണുന്ന സ്ലൈഡ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ ബൈ.